പറ്റുന്നുണ്ടായിരുന്നു. പുതിയൊരു ടോപ്പിക്കാണ് സൗണ്ട്. അപ്പം നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ ഈ സറൗണ്ടിങ്സിൽ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്? എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അശ്വിനി? വെരി ഗുഡ്. അപ്പം ഒരുപാട് സൗണ്ട്സ് നമ്മൾ ഈ സറൗണ്ടിങ്സിൽ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പം ഈ സൗണ്ട് ഒക്കെ എങ്ങനെയാണ് കേൾക്കുന്നത്? നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മുടെ ലാരൻസിൽ ഇപ്പം കൈവച്ചിട്ട് ഒന്ന് നാക്കി നോക്കി പ്രണയാക്കി നോക്കി എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ എന്തൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പൊ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു ഫോം ഓഫ് എനർജിയാണ്. ഒരു വൈബ്രേഷൻ കൊണ്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സൗണ്ട് എന്ന് വെച്ചാൽ എന്തോന്നാണ് പറഞ്ഞു തരാനും? A form of energy produced by vibration അല്ലേ? സൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? എന്നുവെച്ചാൽ ഒരു ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ, ഇതാണ് സൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ എന്തോന്നൊക്കെ പറയാം. ഇപ്പം നമ്മുടെ നമുക്ക് ക്ലാസ്സിൽ കയറുന്ന തന്നെ ഒരു ബെല്ലടിക്കുമ്പോഴാണ് നമ്മൾ ക്ലാസ്സിൽ കയറുന്നത്. ഈ ബെല്ല് എങ്ങനെയാ കേൾക്കുന്നത്? അതൊരു വൈബ്രേഷൻ. നമുക്ക് ഈ ബെല്ലടിക്കുമ്പോൾ അത് തൊട്ടിട്ടുണ്ടോ? അപ്പൊ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും, വൈബ്രേഷൻ ഫീൽ ചെയ്യും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ എന്തോന്ന് ചെയ്യാം? ബെല്ലടിക്കുന്നത് എടുക്കാല്ലേ? ഇലക്ട്രിക് ബെല്ല് എടുക്കാം. പിന്നെ അല്ലാണ്ട് വേറെ എന്തുണ്ട്? നമുക്ക് ഡെയിലി ലൈഫിൽ തന്നെ റബ്ബർ ബാൻഡ് നമ്മളൊരു ഇതിൽ ഇതാക്കുമ്പോഴത്തേക്കും റബ്ബർ ബാൻഡ് എടുത്തൂടെ നമുക്ക്? അതിനകത്തുണ്ടാകുന്ന നമ്മളൊരു പേപ്പറിൽ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഒരു ബുക്കിലോ എന്തെങ്കിലും വെച്ച് നമ്മൾ വലിച്ചു വിടുമ്പോഴത്തേക്ക് എന്താ കുറച്ച് വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് സൗണ്ടിന് വൈബ്രേഷന്റെ ഇതിലും ഇതെടുക്കാം അല്ലേ? അപ്പം അടുത്ത വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്തോന്നാ? വൈബ്രേഷൻ എന്തോന്നാ? ഒരു ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റിനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? ടു ആൻഡ് ഫ്രോ back and forth of an object, motion of object അല്ലേ? or motion of an object. അപ്പോൾ vibration എന്താണ്? back and forth motion of an object അല്ലേ vibration. അപ്പം ഇത് ഈ ബെല്ലും റബ്ബർ ബാൻഡും ഒക്കെ വൈബ്രേഷന്റെ എക്സാമ്പിൾ അല്ലേ? നമുക്ക് വൈബ്രേഷൻ എല്ലാം കാണാൻ പറ്റുമോ? ചില വൈബ്രേഷൻസ് നമുക്ക് ഏത് രീതിയിലാണ് കാണാൻ പറ്റുന്നത്? വേവ്സിന്റെ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഒരു വെസലില് ഇപ്പം കുറച്ച് ചെറിയൊരു വെസലിൽ ഇപ്പം വെള്ളം എടുത്ത് പിന്നെ ഇത് വെച്ചേക്കുവാണേ. ഇതിനകത്ത് ഇപ്പം ഞാനൊരു സ്പൂൺ ഉണ്ട്, ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കാണാൻ പറ്റും? കുറച്ച് വേവ്സ് ഇതിലിങ്ങനെ കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ എന്തോന്നാണ്? ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? വൈബ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടാകത്തില്ലേ? അപ്പൊ ഈ വേവ്സ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ബെല്ലിൽ ഉണ്ടാകുന്ന വേവ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതുപോലെ റബ്ബർ ബാൻഡിൽ ഉണ്ടാകുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമുക്ക് ഇത് അല്ലാതെ ഈ ഇലക്ട്രിക് ബെല്ലൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പറയാം, പിന്നെ വേറെ ഏതാ ഒരു എക്സാമ്പിൾ? നമുക്ക്
കുറച്ച് എക്സാമ്പിൾസ് പറയോ? പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഗിത്താർ. ഗിത്താറിന്റെ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാ? സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് അല്ലേ? വേറെ തബല. പിന്നെ ഫ്ലൂട്ടിൽ എങ്ങനെയാണ്? എയർ കോളർ. വേറെ ഏതാ? തബലയിൽ ഏതാ? സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. വേറെ ഏതൊക്കെ അറിയാം? വേറെ ഏതൊക്കെയുണ്ട്? വയലിനുണ്ട്. വയലിന് ഏതായിരിക്കും? വേറെ കീബോർഡിന് എങ്ങനെയാണ്? കീബോർഡ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഒരുപാട് എക്സാമ്പിൾ ഉണ്ടല്ലേ? അല്ലേ? അപ്പൊ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കിയത്? സൗണ്ട്. സൗണ്ട് എന്താണ്? വൈബ്രേഷൻ. അപ്പം വൈബ്രേഷൻ ഒബ്ജക്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് ബെല്ലടിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ വലിച്ചു വിടുന്നതും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ ഈ വേവ്സിന്റെ കാര്യം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? വേവ്സ്, ചില വേവ്സ് നമുക്ക് കാണാൻ പറ്റും, എന്നാൽ കുറച്ച് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഗിത്താർ, ഫ്ലൂട്ട്, തബല, ഇതിന് ഓരോ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും ഓരോ വൈബ്രേറ്റിംഗ് പാർട്ട് ഉണ്ട്. ആ വൈബ്രേറ്റിംഗ് പാർട്ടിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻ കാരണമാണ് നമുക്ക് സൗണ്ട് പുറത്ത് കേൾക്കാൻ പറ്റുന്നത്.